സത്യം പറഞ്ഞെങ്കിൽ നമ്മുടെ ചൂടിന്റെ ഏറ്റവും കാഠിന്യമേറിയ സമയമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ 20-ാം തീയതിയോട് ശേഷമുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അതിന് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ പാലക്കാടൊക്കെ താപനില രേഖപ്പെടുത്തിയ ഏപ്രിൽ 26-ാം തീയതി ഒക്കെയായിരുന്നു. 2016 എന്റെ ഓർമ്മ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ ഏപ്രിൽ മാസം കഴിയുന്നവരെ നമുക്ക് ചൂടിന്റെ കാഠിന്യം എന്തായാലും അനുഭവിക്കേണ്ടി വരും. പിന്നെ ഒരു സംഭവം എന്താ വെച്ചെങ്കിൽ നമ്മുടെ സാധാരണഗതിയിൽ ചൂടിങ്ങനെ കൂടുമ്പോൾ അതിന് ശമിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേനൽമഴ കിട്ടാറുണ്ട്. കേരളത്തിൽ സമൃദ്ധമായ വേനൽമഴ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു നമ്മൾ പണ്ട് ജീവിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ മഴയുടെ അളവിൽ കാര്യമായ കുറവ് വന്നിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ധാരാളം മഴ കമ്മിയാണ്. ലാർജ് ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% കൂടുതൽ മഴ കുറവാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ. പാലക്കാട് കഴിഞ്ഞ 11 ദിവസത്തിനകത്ത് 40 ഡിഗ്രിയിൽ കൂടുതൽ താപനില ഒരു 5-6 പ്രാവശ്യം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു ചൂടും അതിന്റെ കൂടെ നമുക്ക് മഴയിലുണ്ടായിട്ടുള്ള വലിയ കുറവും, ഈ രണ്ടും കൂടിയിട്ടാണ് നമ്മുടെ പ്രശ്നം. പിന്നെ നമ്മുടെ അറബിക്കടലിന്റെ താപനില ശരാശരിയേക്കാൾ 1-2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ധാരാളം ഹ്യൂമിഡിറ്റി നമ്മുടെ ഈ കേരള തീരത്ത് രൂപപ്പെടുകയും ഈ ഹ്യൂമിഡിറ്റി കാരണം നമുക്ക് സാധാരണ ഉള്ള താപനിലയേക്കാൾ വലിയ രീതിയിലുള്ള ചൂട്, ഉഷ്ണം ആയിട്ട് നമുക്ക് ഹീറ്റ് ഇൻഡെക്സ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ സാധാരണ ആംബിയന്റ് എയർ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും രണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ ഉഷ്ണം കണക്കാക്കും. അപ്പൊ താപനില കൂടി നിൽക്കുകയും ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് ഈ രേഖപ്പെടുത്തുന്ന 40 ഡിഗ്രിയോ അല്ലെങ്കിൽ 36 ഡിഗ്രിയോ ഒന്നും ആയിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ തീരപ്രദേശങ്ങൾ, കേരളത്തിലെ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ 36-37 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തുന്ന ആലപ്പുഴ അല്ലെങ്കിൽ എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഉഷ്ണമായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ തെർമോമീറ്ററിൽ ഒരു 42 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുമ്പോൾ ഉള്ള ചൂട് തന്നെ നമുക്ക് ഈ 36 ഡിഗ്രി ഉള്ളപ്പോഴും അനുഭവപ്പെടും. അത് ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ UV ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ ഇപ്പം നമ്മൾ നേരെ നെറുകയിൽ ആണ്. ഏകദേശം കേരളത്തിന്റെ മുകളിലൂടെയാണ് ഈ ഏപ്രിൽ മാസങ്ങളിൽ അത് സൂര്യൻ കടന്നു പോകുന്നത്. അത് ഉച്ച സമയത്ത് നമുക്ക് ധാരാളം ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ വരും. 8 ഇൻഡെക്സ് വരെ. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ സാഹചര്യമാണ്. 3-ൽ കൂടുതലായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സ്ഥലങ്ങളിലെങ്കിലും 8-ൽ കൂടുതൽ UV ഇൻഡെക്സ് പ്രവചിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഉച്ചയ്ക്ക് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കേണ്ടതാണ്. കർശനമായി ഉച്ച സമയത്ത് നമ്മൾ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിന് താഴെ നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. പരമാവധി നമ്മൾ ഇൻഡോർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ശരീരത്തില് താപം കാരണം ധാരാളം ജലനഷ്ടം ഉണ്ടാകും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുകയും കരിക്കോ അല്ലെങ്കിൽ ORS ലൈനി മുതലായിട്ടുള്ള നമ്മൾ പ്രത്യേകിച്ച് അസുഖമുള്ള ആളുകള്, കുട്ടികള് അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് ഇതിന്റെ ദുരിതം കൂടുതലായിരിക്കും. അത്തരം ആളുകൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതും അവർ വേണ്ടത്ര മുൻ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ശരി വിജയകുമാർ, അപ്പോൾ നിലവിൽ ഈ ചൂട് ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനനുബന്ധമായി പല അസുഖങ്ങളും പ്രചരിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉണ്ടാകുന്നത്? ഈ ആരോഗ്യസ്ഥിതിയൊക്കെ തന്നെ ആളുകൾ പ്രധാനമായി പറയുന്നത് ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, വെയിൽ കൊണ്ടില്ലെങ്കിൽ പോലും വീടിനുള്ളിലിരിക്കാനാണ് മുന്നറിയിപ്പ്. വീടിനകത്ത് പോലും AC-യോ ഫാനോ ഇല്ലാതെ ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഫാനിട്ടാൽ പോലും ചൂട് കാറ്റാണ് പുറന്തള്ളുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ശരീരം മൊത്തത്തിൽ തളർച്ച അനുഭവപ്പെടുന്നു, ആരോഗ്യസ്ഥിതി വഷളാകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനെ മറികടക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ആശുപത്രികളിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായി സാധിക്കുന്നത്? അതെ, നമ്മളുടെ കേരളത്തിൽ അതിദ്രുതമായിട്ടാണ് കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ വീടുകളിലും ഫാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതിന്റെ കാരണം 2 രീതിയിലുണ്ട്. ഒന്ന്, കാലാവസ്ഥയിൽ ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഒന്ന്, രണ്ടാമത് നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. നമ്മൾ ഈ വലിയ രീതിയിലുള്ള വനനശീകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ഉൾപ്പെടെ അല്ലെങ്കിൽ ടൗണുകളിലൊക്കെ നമ്മളുടെ കെട്ടിട നിർമ്മാണ രീതികൾ മാറിയിട്ടുണ്ട്. കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വായുസഞ്ചാരം കുറവുള്ള കാരണം ആളുകളുടെ ധാരാളം ജനസംഖ്യയുണ്ട്, എല്ലാവർക്കും താമസിക്കാൻ സ്ഥലമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ നിർമ്മാണ രീതികളൊക്കെ പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അത്തരം പല പല കാരണങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്.
അത്തരം സംഭവങ്ങളിൽ ഈ പറഞ്ഞ പോലെ മറ്റേ ആരോഗ്യപരമായ ക്ഷീണമുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും അവർ മുൻകരുതൽ, കാരണം ഈ നമുക്ക് ചിലപ്പോൾ ദാഹം അനുഭവപ്പെടില്ല ഈ വേനൽക്കാലത്ത്. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുകയും നമ്മൾ ഈ പറയുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ സ്വയം ശരീരം പ്രാപ്തമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മളുടെ താപനിലയിൽ താഴെ ലെവലിലുള്ള താപനിലയുടെ കൂടെ തന്നെ നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ മഴ കുറയുന്നത്. സാധാരണ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഒരു 5-6 ദിവസം നമുക്ക് നല്ല വെയിലാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഒരു മഴ പെയ്യും. ആ മഴയാണ് വേനൽ മഴ. നമുക്ക് പിന്നീട് ഒരു 3-4 ദിവസത്തേക്ക് താപനിലയെ നിയന്ത്രിക്കുന്നതിന് ഒരു സെൽഫ് കൺട്രോളിംഗ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ ആ സിസ്റ്റമാണ് ഫെയിലിയർ ആയിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പർ ട്രോപ്പോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ അപ്പർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും കൂടുകയാണ്. അതായത് മുൻകാലത്ത് താഴെ ലെവലിൽ നിന്നുള്ള ഈ ആർദ്രത കൂടിയ വായു മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് മേഘങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമാവുകയും മഴ ലഭിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ നമ്മളുടെ ഉയർന്ന അന്തരീക്ഷ നിലകളിലും ഉള്ള അമിതമായ ചൂട് ഈ പറയുന്ന മേഘരൂപീകരണം തടയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മഴ വ്യാപകമായി കുറഞ്ഞിട്ടുള്ളത്. ഇത് നിലവിൽ നമുക്ക് ഈ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ഈ ഒരു പരീക്ഷണ കാലം അതിന് മുന്നിൽ നമുക്ക് എല്ലിനോ പ്രതിഭാസത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം IMD പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് മഴയെ സ്വാധീനിക്കുന്നത്? ഇനി അങ്ങോട്ട് മഴ ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? മഴ പെയ്തെങ്കിൽ പോലും ചൂടിന് കുറവില്ലല്ലോ, അതിനുള്ള കാരണവും? അതാണ് ഒരു കാര്യം. നമുക്ക് വ്യാപകമായ മഴ ലഭിച്ചിട്ടില്ല. വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മഴയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ആഴ്ച കഴിയുമ്പോൾ മഴ ഏതെങ്കിലും ഒരു ന്യൂനമർദ്ദത്തിന്റെ ഒരു സാധ്യത വരുവാണെങ്കിൽ ചിലപ്പോൾ വ്യാപകമായ മഴ കിട്ടാം. എന്തായാലും മെയ് മാസത്തോടു കൂടി നമുക്ക് വേനൽ മഴ കിട്ടേണ്ടതാണ്. എല്ലാ വർഷവും നമുക്ക് ഈ മെയ് മാസത്തിൽ പെയ്യുന്ന മഴ കാരണം ആ പ്രീ മൺസൂൺ ഷവർ കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. ഏപ്രിൽ മാസത്തിൽ മഴ കുറവാണെങ്കിലും മെയ് മാസത്തിൽ നമുക്ക് മഴ കിട്ടാറുണ്ട്. അത് കിട്ടിക്കൂടാ എന്നില്ല. പക്ഷെ എൽനിനോ സ്വാധീനിക്കാൻ പോകുന്നത് നമ്മളുടെ മൺസൂണിനെയാണ്, ഇടവപ്പാതിയെ. ആ മൺസൂണിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ചിത്രം ആയി വരുന്നേ ഉള്ളൂ. എൽനിനോ പ്രതിഭാസം രൂപപ്പെടുമെന്നുള്ളതും അത് പ്രതികൂലമായി ഇന്ത്യയിലെ മൊത്തം കാലാവസ്ഥയെ, മൊത്തം മഴ ലഭ്യതയെ സ്വാധീനിക്കും, കുറയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ചില വർഷങ്ങളിൽ എൽനിനോ നമ്മളുടെ കേരളത്തെ നേരിട്ട് അങ്ങനെ ബാധിക്കാറില്ല. അപ്പൊ നമുക്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കേരളത്തിൽ. എന്നാൽ പോലും ഈ പറയുന്ന മഴ കുറയാനുള്ള ഈ പറയുന്ന ഡാമുകളിലൊക്കെ വെള്ളം നമ്മളുടെ വളരെ കുറവാണ്. ഇനി ഈ പറയുന്ന കാലവർഷത്തിലെയാണ് നമ്മളുടെ പ്രതീക്ഷ. ആ സമയത്ത് മഴ കുറയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും മാനേജ്മെന്റും സ്ട്രാറ്റജികളും അഡോപ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.